എന്തായിരുന്നത് പൂച്ചയ്ക്ക് 6 മണി കിട്ടും അല്ലേ? അതാന്ന് തോന്നുന്ന പടം. കുറേ ആണി കൊടുത്താ വേറൊരുത്തും വരുന്ന വന്നിട്ട് അത് എനിക്ക് തന്നു, ഞാൻ മേടിച്ച് കുടിച്ചു. ആണി കുറക്കി പോയിട്ടുള്ള വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കൽപ്പനയുടെ രൂപം കണ്ടില്ലേ? അന്നൊരു വീപ്പക്കുട്ടിയായിരുന്നു. അതെ 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 അല്ലേ? മലയാള മനോരമ, തമിഴ് മനോരമ വേറെ നടിയുണ്ടല്ലോ, ജഗതി പറഞ്ഞ കമ്പാരിസൺ. തമിഴിലും മനോരമ, തമിഴ് മനോരമ, ഇത് മലയാള മനോരമ. എന്തൊരു ഭാവനയാണല്ലേ. ജഗദീഷ് ശിവകുമാറിനെ കുറിച്ച് ആലോചിക്കും ഭയങ്കര ദുഃഖം. അത് ഈ അവസരത്തിൽ പറയാണ്ടിരിക്കാൻ നിർത്തി. ഞാൻ പ്രാർത്ഥനയാണ്. ഈ പപ്പു മാള ജഗതി എന്ന് പറഞ്ഞ ത്രയങ്ങൾ ഒരു പടം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പപ്പു മാള ജഗതി, ലൂസ് ലൂസ് അരപ്പിരി ലൂസ്. പപ്പുവേട്ടൻ പോയി, ഞാനിങ്ങനെ ഇരിക്കുന്നു, ജഗതി അങ്ങനെ ഇരിക്കുന്നു. ഇത്രയും വേഗം ജഗതി മാള എന്ന് വരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഈ 3 പേരും ചേർന്നുള്ളൊരു കോമ്പിനേഷൻസ് ഒരുപാട് കാലം സിനിമയെ നന്നായി ഉണ്ടായിരുന്നു. ഒരു ത്രയങ്ങൾ തന്നെ ഉണ്ടായിരുന്നല്ലോ, പപ്പു മാള ജഗതി. എന്താണ് ഇത് ഇവർ ചെയ്യുന്നതെന്നുള്ളതാണ്. ലോജിക്കലായിട്ട് ഒന്നുമില്ല ആ പടത്തിൽ. ലൂസ് 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 അരപ്പിരി ലൂസ്, ലൂസ് ലൂസ് അരപ്പിരി. ആ ശരി, ലൂസ് ലൂസ്. അയ്യോ, പപ്പയുടെ കാര്യം പറഞ്ഞാൽ രക്ഷയില്ല. ഞാൻ പറയും മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഹാസ്യ നടൻ എന്ന് പറയുന്ന ആ കാറ്റഗറി അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് എസ് പി പിള്ള ഫസ്റ്റ്, സെക്കൻഡ് കുതിരോട്ടം പപ്പു എന്ന് പറഞ്ഞ മഹാനാണ്. ചേഷ്ടകൾ ശബ്ദം തന്നെ കേട്ടാൽ മതി വെച്ചിരിക്കാൻ. ഈ ത്രയത്തിൽ ഒരാൾ നമ്മളെ വിട്ടുപിരിഞ്ഞു, പപ്പേട്ടൻ. ഒരാൾ സിനിമയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു, തൽക്കാലം എന്ന് വിചാരിക്കാം. മനസ്സിൽ നല്ലൊരു വേദനയുള്ള. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ന്യൂറോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ പപ്പു മാള ജഗതി, അതാണ് ഓർഡർ. പപ്പുവേട്ടൻ മരിച്ചു, ഇനിയിപ്പോൾ ഞാൻ മരിച്ചതിന് ശേഷം അവൻ മരിക്കാൻ പാടുള്ളൂ ധരിക്കുന്നവനാണ് ഞാൻ. വളരെ സെൻറ്റിമെൻ്റലായിട്ട് പറയുകയാണ് ഞാൻ. ജഗതി ഞാൻ മരിച്ചതിന് ശേഷം അവൻ മരിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേ ആ ത്രയങ്ങൾ എന്ന് പറയുന്ന ഓർഡർ ആവുള്ളൂ. അങ്ങനെ ആരും പറയുമോ? മനസ്സിൽ തട്ടി പറയുന്നതാണ്, വെറുതെ പറയുന്നതല്ല, സത്യമാണത്. അങ്ങനെയൊന്നും നിങ്ങളെ പോകാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ. അത് വേറെ കാര്യം, അതൊക്കെ ദൈവം നിശ്ചയമല്ലേ. എന്നാൽ എൻ്റെ ആഗ്രഹം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ജഗതിക്കുണ്ടായിട്ടുള്ളൊരു ദുര്യോഗം ഒരുപക്ഷെ മരണത്തേക്കാൾ വലിയൊരു ദുര്യോഗം. ഞാൻ പറയട്ടെ, ഞാൻ ഇന്നാളൊരു സാധനം പറഞ്ഞു, അത് വന്നുവെങ്കിലും അത് ലെജിബിളായില്ല. സുമാരി ചേച്ചിയുടെ മരണം ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. സുമാരി ചേച്ചി കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഷൂട്ടിംഗ് സമയത്തിന് മുമ്പായിട്ട് കറക്റ്റ് 8 മണിക്ക് കുളിച്ച് റെഡിയായി ഈ ഭസ്മവും ചന്ദനമൊക്കെ അമ്പലത്തിൽ പോയിട്ട് വാരിക്കൊണ്ടുവന്ന് അതെല്ലാവരും തൊടിയിക്കും. മോഹൻലാലിനെയും മാളാരവിന്ദനെയും സെറ്റ് ബോയ്സിനെയും പ്രൊഡക്ഷൻ ബോയ്സിനെയും ഒക്കെ തൊടിയിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ. ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാ ഈ വയസ്സുകാലത്ത് തരും സുഖമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ പാട് കഴിക്കുന്നത്? അതേ മാളയുടെ റോള് നന്നാവാനല്ല, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ റോള് നന്നാവാനല്ല, പടം മൊത്തത്തിൽ നന്നാവാനാണെന്നാണ് എല്ലാവരും തൊടിക്കുന്നത് എന്നാണ് പറയുന്ന ആൾ. അപ്പം അത്രയും ഈശ്വര പ്രാർത്ഥന ചെയ്ത് ജീവിക്കുന്ന ആൾ എങ്ങനെയാണ് മരിച്ചത്? സ്വന്തം പൂജാമുറിയിൽ നിന്ന് സാരിക്ക് തീ കൊളുത്തി അങ്ങനെ വന്നല്ലേ മരിച്ചത് അല്ലേ? അപ്പോൾ അതിനൊരു ക്യാപ്ഷൻ ഞാൻ പറഞ്ഞു. പണ്ട് ഞാൻ കാജാബീഡിയെക്കുറിച്ചൊരു ക്യാപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ എന്നോട് ഒരു എന്താ പറയുക, ഒരു കമ്പയർ ചെയ്യല്ല, എന്നാലും അതിന് സൂട്ടബിളായിട്ടുള്ളൊരു ഡയലോഗ് പറഞ്ഞിങ്ങനെയാണ്. പണ്ട് കാജാബീഡിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു സംഭവം, ആ ക്യാപ്ഷൻ അവർ എഴുതിയെടുത്തിട്ട് എനിക്ക് 10,000 റുപ്പീസ് തന്നവർ. 10,000 കിട്ടി. 10,000 കിട്ടി. അന്യരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം നെറുകയിൽ എരിയുന്ന തീപ്പന്തവുമായി സ്വയം എരിഞ്ഞെരിഞ്ഞ് ചാമ്പലാകുന്ന ത്യാഗി വര്യൻ കാജ, വീടുകളുടെ രാജ കാജ. എങ്ങനെ? അന്യരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം നെറുകയിൽ എരിയുന്ന തീപ്പന്തവുമായി സ്വയം എരിഞ്ഞെരിഞ്ഞ് ചാമ്പലാകുന്ന ത്യാഗി വര്യൻ കാജ, വീടുകളുടെ രാജ കാജ. അന്യരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം നെറുകയിലല്ലാണ്ട് പൂജാമുറിയിൽ നിന്നും ഈ തീ പെട്ട് സാരിക്ക് തീ പിടിച്ച് മരിച്ച ഈശ്വരനോടൊരു ചോദ്യം എന്ന് പറയുന്നത് അതാണ്. എൻ്റെ ചോദ്യം അതാണ്. ഞാൻ ഈശ്വരനുള്ള വിശ്വാസം അല്പം ഒന്ന് ഡൗണായി തോന്നിയോ? ആസ്തികനായ നാസ്തികൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആസ്തികനായ നാസ്തികൻ അല്ലെങ്കിൽ നാസ്തികനായ ആസ്തികൻ, അങ്ങനെയാവാം. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് എത്തിയോ? എന്തോ അതിലേക്ക് എത്തിയോ താങ്കൾ? എത്തിക്കൊണ്ടിരിക്കുന്നു.
പരിപൂർണമായിട്ട് മുരുകനെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം പിന്നെ മുരുകനെ ഒഴിച്ചാൽ ബാക്കിയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഭക്തി പോയി 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 വരുവാണ്. ഇല്ല, അങ്ങനെയില്ല. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉദാഹരണം പറഞ്ഞു പക്ഷേ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ താങ്കൾക്ക് മനസ്സിലുള്ള ദൈവവിശ്വാസത്തെ ഒന്ന് പിടിച്ചുലച്ചു. ഈ ചേച്ചിയുടെ മരണത്തിന് ശേഷം അതിനും ഉണ്ടായിട്ടില്ല. ജഗതി ചേട്ടൻ്റെ വേർപാട് എത്ര കണ്ട് താങ്കളുടെ അഭിനയ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ബാധിച്ചു? അയാൾ ഭയങ്കര നടനാണ്. ഭയങ്കര നടൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ജഗതി നമ്പർ 1 ആണ്. അതുകൊള്ളാം. മാളാശാനെ വിളിക്കുന്നു, മാളാശാനെ തന്നെ വിളിക്കുക, മാളാശാനെ വിളി എന്ന് പറയും. അവരൊക്കെ എന്തിനാണ് വിളിക്കുന്നത് പറയുന്നത് എൻ്റെ ചെവിയാലെ കേട്ടാണ്. വന്നിട്ടുണ്ട്, മാളച്ചേട്ടൻ വന്നിട്ടുണ്ട്. അതെയോ, എവിടെ? ഭയങ്കര സ്നേഹമായിരുന്നു. ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് വരെ